നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും യാത്രക്കാരെ വെട്ടിലാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. ടിക്കറ്റ് നിരക്കിലെ വർധനവ്, പൊടുന്നനെ സർവീസ് റദ്ദാക്കുക, യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ സാങ്കേതിക തകരാർ, യാത്രക്കാർക്ക് മോശം ഭക്ഷണം നൽകുക തുടങ്ങി ഒട്ടേറെ പരാതികളാണ് കമ്പനികൾക്കെതിരെ ഉയരുന്നത്. ഇപ്പോൾ യാത്രക്കാരെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ. സർവീസുകൾ പൊടുന്നനെ റദ്ദാക്കിയാണ് യാത്രക്കാർ ആകെ പ്രതിസന്ധിയിലായത്. ഇതാദ്യമായല്ല, ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇപ്പോഴും യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജൂലൈ 18 മുതൽ ഒക്ടോബർ 23 വരെയുള്ള സർവീസ് റദ്ദാക്കിയതായാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതും ചൊവ്വ, ഞായർ ദിവസങ്ങളിലെ മസ്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ യാത്ര തിരിക്കാനായി പ്ലാൻ ചെയ്തിരുന്ന അവരുടെ കണക്കുകൂട്ടലുകൾ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. നിരവധി യാത്രക്കാർ ഈ സെക്ടറിൽ എയർ ഇന്ത്യയെ ആശ്രയിക്കുന്നവരായുണ്ട്. അതിനാൽ പൊടുന്നനെ സർവീസ് റദ്ദാക്കിയത് ഈ യാത്രക്കാരെ ബാധിക്കുമെന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകുമെന്നും അല്ലെങ്കിൽ മറ്റ് തീയതികളിലേക്ക് ഇത് മാറ്റി ബുക്ക് ചെയ്യാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് പണം മുടക്കി ഭക്ഷണം വാങ്ങിയപ്പോഴുണ്ടായ ദുരനുഭവം സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. 15 ദിർഹമിന്, അതായത് ഏകദേശം 337 ഇന്ത്യൻ രൂപയ്ക്ക് വാങ്ങിയ ബിരിയാണിയുടെ വീഡിയോ സഹിതമാണ് അദ്ദേഹം കുറിപ്പെഴുതിയത്. വെള്ളമൊഴുകുന്ന ബിരിയാണി പ്ലാസ്റ്റിക് പാത്രത്തിൽ വിതരണം ചെയ്തതാണ് വീഡിയോയിൽ കാണുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഒറ്റനോട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് കൊടുത്ത ആ ബിരിയാണിയുടെ അവസ്ഥ കണ്ടാൽ പണം കൊടുത്ത് വാങ്ങിയ ആർക്കാണെങ്കിലും ചങ്ക് പൊടിയും. എയർ ഇന്ത്യ എക്സ്പ്രസിലെ 15 ദിർഹമിന്റെ ബിരിയാണിയാണിത്. കോലം കണ്ടില്ലേ, എന്ത് ബിരിയാണിയാണിത്! നമ്മുടെ നാട്ടിൽ നിരോധിച്ച പ്ലാസ്റ്റിക്കിലാണ് ബിരിയാണി കൊടുക്കുന്നത്. എക്സ്പ്രസ്സുകാർ ബിരിയാണി വെച്ചു പഠിക്കണം. ഏത് കാറ്ററിംഗുകാരാണെങ്കിലും ശരി, വീഡിയോയിൽ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞു. അതേസമയം അഷ്റഫ് താമരശ്ശേരിക്കുണ്ടായ ദുരനുഭവത്തിൽ മാപ്പ് പറഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആൻഡ് എയർ ഏഷ്യ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത് സ്ഥിരം പണിയാണെന്നും ഇത് ഇവർ ഇനിയും ആവർത്തിക്കുമെന്നും ഒക്കെയാണ് ഇതിന് മറുപടിയായി ആളുകൾ തിരിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് സമാനമായ രീതിയിലുള്ള അനുഭവം മറ്റ് യാത്രക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം ഈ കമന്റുകളിൽ നിന്ന് വ്യക്തമാക്കാൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.